നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. വിയാറയൽ ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചത്. രണ്ട് ടീമുകളും 2 ഗോളുകൾ വീതമായിരുന്നു നേടിയിരുന്നത്. ഒരു ഘട്ടത്തിൽ 1-4 ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് മുന്നിട്ട് നിന്നിരുന്നു. പിന്നീട് 3 ഗോളുകൾ വഴങ്ങിക്കൊണ്ടാണ് അവർ സമനില വഴങ്ങിയിട്ടുള്ളത്. വിയാറയലിന്റെ 4 ഗോളുകളും നേടിയത് അവരുടെ സൂപ്പർ താരമായ സോർലോത്താണ്. അതേസമയം റയൽ മാഡ്രിഡിന് വേണ്ടി ആർദ ഗുലർ, ബ്രാഹിം ഡയസ് എന്നിവരൊക്കെ മികച്ച പ്രകടനമാണ് ഈ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. ഗുലർ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ ബ്രാഹിം ഡയസ് 2 അസിസ്റ്റുകൾ മത്സരത്തിൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. ലുക്കാസ് വാസ്കസ് 1 ഗോളും 2 അസിസ്റ്റുകളും നേടിയപ്പോൾ ശേഷിച്ച ഗോൾ സ്ട്രൈക്കർ ഹൊസേലുവിന്റെ വകയായിരുന്നു. അവസരങ്ങൾ കുറവാണെങ്കിലും ലഭിക്കുന്ന അവസരങ്ങളിൽ എല്ലാം മികച്ച പ്രകടനം നടത്തുന്ന 3 താരങ്ങളാണ് ഗുലറും ബ്രാഹിമും ഹൊസേലുവും. അതുകൊണ്ട് തന്നെ ഈ 3 താരങ്ങളെയും നിർണായക മത്സരത്തിന് പരിശീലകൻ ആഞ്ചലോട്ടി പരിഗണിക്കുന്നുണ്ട്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ബൊറൂസിയക്കെതിരെ ഈ 3 പേരെയും കളിപ്പിക്കുന്നത് താൻ ആലോചിക്കുന്നുണ്ട് എന്നാണ് ആഞ്ചലോട്ടി ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുള്ളത്. 20 ഗോൾ പങ്കാളിത്തങ്ങളാണ് ഈ സീസണിൽ ഹൊസേലു വഹിച്ചിട്ടുള്ളത്. അതേസമയം 21 ഗോൾ പങ്കാളിത്തങ്ങൾ ബ്രാഹിം ഡയസ് വഹിച്ചിട്ടുണ്ട്. ശരാശരി ഓരോ 98 മിനിറ്റിനുള്ളിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഓരോ ഗോൾ കോൺട്രിബ്യൂഷൻ വീതം ഉണ്ടാകുന്നുണ്ട് എന്നതാണ്. 6 ഗോളുകൾ നേടിയ ഗുലർ ശരാശരി ഓരോ 70 മിനിറ്റിനിടയിലും ഓരോ ഗോളുകൾ വീതം നേടുന്നുണ്ട്. ചുരുക്കത്തിൽ കിട്ടുന്ന അവസരങ്ങളിൽ എല്ലാം ഈ 3 താരങ്ങളും ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് എന്നാണ് ഈ ഒരു കണക്കുകൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ ഈ 3 താരങ്ങൾക്കും അവസരം ലഭിച്ചേക്കാം. ജൂൺ 1-ാം തീയതി അർദ്ധരാത്രിയാണ് ബൊറൂസിയ ഡോർട്ട്മുണ്ടും റയൽ മാഡ്രിഡും തമ്മിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരം കളിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.